السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എപ്പോഴും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി എന്നെ മറക്കാതെ എല്ലാവരോടും ഉണർത്തുകയാണ്. പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഇനി എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഏകദേശം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന രൂപത്തിൽ 2 സംസാരങ്ങൾ ഇവിടെ കഴിഞ്ഞു. റമദാൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ പലവരും കേട്ടതാണ്, റമദാനിലെ ആദ്യ രാവിൽ തന്നെ ആകാശലോകങ്ങളിൽ നിന്ന് ഒരു വിളിനാദം ഉണ്ടാകും. നന്മ ഉദ്ദേശിക്കുന്നവരെ കടന്നു വരിക, തിന്മകൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നവരെ നിങ്ങൾ പിന്നോട്ട് പോവുക, നിങ്ങൾക്കുള്ളതല്ല ഈ മാസം എന്നിത്യാദിയുള്ള സംസാരങ്ങൾ. അതോടൊപ്പം നമ്മൾ കേട്ടതാണ്, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും, നരകവാതിലുകൾ അത് കൊട്ടിയടക്കും, അതോടൊപ്പം പിശാചുക്കളെ, അതിൽ തന്നെ അപകടകാരികളായിട്ടുള്ള ശൈത്താനുകളെ പിടിച്ച് കെട്ടുന്ന ഒരു മാസമാണ് റമദാൻ മാസം. അപ്പോൾ റമദാൻ മാസം കഴിഞ്ഞു. അപ്പോൾ ആ പിശാചുകളിപ്പോൾ റിലീസായിട്ടുണ്ട്. അവർ നമുക്കിടയിലൂടെ വ്യാപിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം എന്താണ്? വേറൊരു ലക്ഷ്യമില്ല, നമ്മളെ പേടിപ്പിക്കണം. മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ നമ്മൾ ശത്രുക്കളായി കാണുന്നവർ ഉണ്ടാകുന്നുണ്ടാകാം. ഒരു പക്ഷേ എന്നെ ചതിക്കുകയാണ്, എന്നെ ആക്രമിക്കാനുള്ള ലക്ഷ്യം വെച്ച് നടക്കുകയാണ്, ഒരു തക്കം കിട്ടിയാൽ എന്നെ ശരിയാക്കാൻ നടക്കുകയാണ് എന്ന നിലക്കൊക്കെ ചിലരെ നമ്മൾ തെറ്റിദ്ധരിച്ചവരുണ്ടാകാം. ചിലരോ അങ്ങനെ ശത്രുക്കളായവർ മിത്രങ്ങളായിട്ടുണ്ടാവും. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, തിന്മയെ നന്മ കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കുക, എങ്കിൽ നിങ്ങളോട് ഏറ്റവും ശത്രുതയുള്ളവർ വരെ നിങ്ങളുടെ മിത്രങ്ങളാകും എന്നാണ്. അപ്പോൾ ശത്രുതയുള്ളവരൊക്കെ മിത്രങ്ങളാകും ഇവിടെ. പക്ഷെ ആ നിലക്ക് ഒരു നിലക്കും നമ്മൾ നമ്മുടെ മിത്രമാകും, എന്നെ നന്മയിലേക്ക് ക്ഷണിക്കും എന്നൊരു സാധ്യത പോലും ഇല്ലാത്ത ഒരു വിഭാഗമാണ് ശൈത്താനുകൾ. ഒരു നന്മകളിലേക്ക് നമ്മൾ ക്ഷണിക്കൂല. ഇനി നല്ല രീതിയിൽ തന്നെ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ചാൽ അതും തിന്മയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഉദാഹരണമായിട്ട്, ഒരാൾ അറിവ് നേടി, ആ അറിവിൻ്റെ വിഷയത്തിൽ അയാൾക്കൊരു തോന്നലുണ്ടാക്കി കൊടുത്തു. കുറച്ച് അറിവുള്ള ആളാണെന്ന് തോന്നലുണ്ടാക്കിച്ചിട്ട് അയാളെ പരിഗണിക്കാത്തവരെ വെച്ചിട്ട്, കണ്ടോ ഇത്ര അറിവുണ്ടായിട്ട്, ഇത്ര സ്ഥാനമുണ്ടായിട്ട്, ഇന്ന നിലയുണ്ടായിട്ട് എന്തേ അവർ മൈൻഡ് ചെയ്യാതിരുന്നത്, എന്തേ അവർ ശ്രദ്ധിക്കാതിരുന്നത്? അപ്പോൾ ആ നിലക്ക് വസ്വാസം ഉണ്ടാക്കി പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഒരു ഹൈറായ സംഗതിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഷെറിലേക്ക് കൊണ്ടുപോകാനാണ് പിശാച് സദാ ശ്രമിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് റമദാൻ മാസത്തിൽ നമ്മളെ തിന്മകളിലേക്കും വേണ്ടാത്ത പ്രവർത്തനങ്ങളിലേക്കും കൊണ്ടുപോകാൻ ഉണ്ടായിരുന്ന തിന്മകളിലേക്ക് നമ്മളെ ക്ഷണിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണം എന്നോണം സംവിധാനിച്ചിരുന്ന ആ പിശാചിനെ അന്ന് കെട്ടിയിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ, അത്തരം പിശാചുകളൊക്കെ ഇനി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ്. ശത്രുക്കളാണ് എന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, പിശാചുക്കൾ എന്ന് പറയുന്നത് അവരൊക്കെ അദുവ്വുൻ മുബീൻ, വ്യക്തമായ ശത്രുക്കളാണ്. ഒരു സംശയവുമില്ല. അവർ പാവങ്ങളല്ലേ, അങ്ങനെയൊന്നുമില്ല. അവർ ശത്രുക്കളാണ്. ശത്രുതയെ വെച്ച് പുലർത്തുള്ളൂ. നമ്മളെ നരകത്തിൽ വരെയുള്ള പണി അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ആ നരകത്തിൽ തന്നെ ഏറ്റവും അടിത്തട്ട് എങ്ങനെ നമുക്ക് നേടിത്തരാൻ പറ്റുമോ അതിനുള്ള സദാ പണികൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ആ പിശാചുണ്ട് എന്നും ആ പിശാച് എന്നെ എപ്പോഴും തെറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുമെന്നും നമ്മൾ കരുതിയിരിക്കണം. പിശാചിൻ്റെ കുതന്ത്രങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിശാചിൻ്റെ കുതന്ത്രങ്ങൾ
നമ്മൾ മനസ്സിലാക്കണം. എങ്കിലേ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രതിവിധികൾ, പരിഹാരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ നിലക്ക് തയ്യാറെടുത്ത് ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. നോക്കൂ, നിങ്ങൾ പിശാചുക്കളുടെ നേതാവായ അവരുടെ പിതാവായ ഇബ്ലീസ് പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പ്രഖ്യാപിച്ച, റബ്ബിൻ്റെ അടുത്ത് നിന്ന് അനുവാദം വാങ്ങിയ ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ലഅഖഉദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം. ഞാൻ അവരുടെ ആ നേരായ പാതയിൽ പോയിട്ടങ്ങ് ഇരിക്കും. ഒരാൾ നന്നാകാനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൻ്റെ സെൻട്രൽ പോയിന്റിൽ, ആ വഴിയിൽ അങ്ങ് ഇരിക്കും പിശാച്. എന്നിട്ട് എന്താണെന്നറിയോ? സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദിഹിം. അവിടെ മുമ്പിലൂടെ ഞാൻ ചെല്ലും, മുമ്പിലൂടെ ചെല്ലും, വലതുവശത്തിലൂടെ ചെല്ലും, ഇടതുവശത്തിലൂടെ ചെല്ലും, പിൻവശത്തിലൂടെ ചെല്ലും. അഥവാ ഒരാളെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റുമോ അതിൻ്റെ എല്ലാ പണിയും ഞാൻ ചെയ്തു കൊടുക്കും. ആ പണി ഞാൻ ചെയ്യും. മുഖ്ലിസീങ്ങളായ വളരെ കുറച്ച് പേരല്ലാത്ത എല്ലാവരും ഞാൻ വഴി പിഴപ്പിക്കുക തന്നെ ചെയ്യും. അതാണ് പിശാച്, ഇബ്ലീസും ഇബ്ലീസിൻ്റെ കൂട്ടാളികളായിട്ടുള്ള സകല പിശാചുക്കളും ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്നാണ്. ഇതൊരു പരീക്ഷണമാണ്, റബ്ബിൻ്റെ ഒരു പരീക്ഷണമാണ് പിശാച് എന്ന് പറയുന്നത്. ഈ ലോകം എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണ ലോകമാണ്. ആ പരീക്ഷണ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു ശത്രുവുമുണ്ട്, നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഇങ്ങനൊരു ശത്രു നിങ്ങൾക്കുണ്ട്, അവൻ്റെ വസ്വാസുണ്ട്, അവൻ്റെ ഫിത്നകളുണ്ട്, അത് നിങ്ങൾ കരുതിയിരിക്കണം, അതിങ്ങനെയൊക്കെയാണ്, അതിനുള്ള പ്രതിവിധികൾ ഇന്ന് ഈ രീതിയിലാണ് എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതിൽ വിജയിക്കുന്നവരും ആരാണ് എന്നുള്ള നോക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് പിശാച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പിശാച് മനുഷ്യനിൽ ഉണ്ടാക്കുന്നതായ വസ്വാസുകൾ, അല്ലെങ്കിൽ ആ പിശാച് ഉണ്ടാക്കുന്നതായിട്ടുള്ള അവൻ്റെ തിന്മയുടെ രീതികൾ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നംലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കണ്ട് ഖുതുവാത്തു ശൈത്താനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സൂറത്തുൽ ബഖറയിലാണ്. യാ അയ്യുല്ലദീന ആമനു കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ. ഭൂമിയിൽ നിങ്ങൾ വിശിഷ്ടമായതും ഹലാലായതുമായ നിങ്ങൾ ഭക്ഷിക്കണം. എന്നിട്ട് പറയാൻ കേട്ടോ, വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ. നിങ്ങൾ എന്ത് ചെയ്തരുത്? പിശാചിൻ്റെ പാതകളെ, കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. അപ്പോൾ എന്താണ് പിശാചിൻ്റെ കാലടിപ്പാട്? നടന്നു പോയ വഴിയാണോ? അല്ല. പിശാച് മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ ഉപയോഗിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളുണ്ട്. അതിൽ നിങ്ങൾ പെട്ടുപോകരുത്. എല്ലാ തിന്മകളും, പണ്ഡിതന്മാർ പറഞ്ഞ മഹാനായ ഇമാം ഖതാദ റഹിമഹുല്ലാ പറയുന്നുണ്ട്, എല്ലാ മാസിയത്തുകളും, സകല തെറ്റുകളും അതൊക്കെ ഖുതുവാത്ത് ഷയാത്തീനാണെന്നാണ്, പിശാചുക്കളുടെ പാതകളാണെന്നാണ് എല്ലാ തിന്മകളും. അതിൽ പിശാചിനൊരു പങ്കുണ്ടാവുന്നു. നമ്മളൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിശാചിനൊരു പങ്കുണ്ട് എന്നാണ്. എന്ത് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സതിലേക്ക് ചായും, അതോടൊപ്പം പിശാച് അതിനു വേണ്ടി പ്രേരിപ്പിക്കും. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അതിലൊന്ന് ഷൈത്താൻ നമ്മളിൽ ചെലുത്തുന്ന പ്രേരണയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തൊക്കെയാണ് മക്കായിദ് ഷൈത്താൻ, ഷൈത്താൻ്റെ കുതന്ത്രങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ചിലത് മാത്രം സൂചിപ്പിച്ച് ഇൻഷാ അല്ലാഹ് എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആ റിലീസായിട്ട് വന്നിട്ടുള്ള, അഥവാ ആ കെട്ടുകളിൽ നിന്ന്, ആ ബന്ധനത്തിൽ നിന്ന് ആ മോചനം നേടി വന്നിട്ടുള്ള ആ പിശാചുക്കൾ ഏതെല്ലാം നിലക്ക് നമ്മളെ വഴിപിഴപ്പിക്കും എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിലൊന്ന് തസീനാണ്. തസീനുൽ മആസി എന്ന് പറയും. തെറ്റുകളെ നമുക്ക് അലങ്കാരമാക്കി കാണിച്ചു തരും. ഇത് പിശാചിൻ്റെ പണിയാണ്. ഏത് തെറ്റുണ്ടോ ആ തെറ്റിൽ ഒരു ആസ്വാദനം, ആ തെറ്റിൽ ഒരു അലങ്കാരം, അതിൽ പ്രത്യേകമായ ഒരു കളർ അല്ലെങ്കിൽ പ്രത്യേകമായ വർണ്ണങ്ങൾ പിശാച് നമുക്ക് ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. അപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റേതായിട്ടുള്ള ഒരുപാട് മോശമായ പരിണിത ഫലങ്ങൾ ഉണ്ടാവും. അത് പിശാച് അങ്ങോട്ട് മറച്ചു വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ തെറ്റ് ചെയ്താൽ ലഭിക്കുന്ന താൽക്കാലികമായിട്ടുള്ള ആസ്വാദനങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തരും. എൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയണം. ഉദാഹരണമായിട്ട് ഒരു മദ്യപാനി, അയാൾ മദ്യപിക്കുമ്പോൾ ആ സമയത്ത് അയാൾക്ക് തോന്നുകയാണ് ഒരുപാട് പ്രയാസങ്ങളിൽ നിൽക്കുന്ന ഒരാളല്ലേ, താൽക്കാലികമായിട്ട് എനിക്കൊരു ആശ്വാസം കിട്ടുന്നത് ഈ മദ്യപിക്കുന്നതിലൂടെയാണ്. അപ്പോൾ ആ ആശ്വാസം എന്നതിനെ വലുതാക്കി കാണിച്ചു കൊടുക്കും. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതായ മറ്റു പ്രശ്നങ്ങളെ അത് കണ്ണിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കില്ല. അത്തരം ചിന്തകളെ മെല്ലെ മറച്ചു വെക്കും. അപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്നത് ഇത് ഉപയോഗിക്കുമ്പോഴാണ്, ചിലത് കുത്തി വെക്കുമ്പോഴാണ്, ചിലത് ചുണ്ടിൻ്റെ അടിയിൽ വെക്കുമ്പോഴാണ്, കുടിക്കുമ്പോഴാണ്. ഒരു സുഖമല്ലേ, ഒരു ആശ്വാസമല്ലേ എന്ന നിലക്കുള്ള ആ ഒരു പുറമോടിയിൽ എന്ത് ചെയ്യും? അവൻ ആ തെറ്റിൽ പിശാച് ഇങ്ങനെ തളച്ചിടുമെന്നാണ്. ലോട്ടറിൻ്റെ പിന്നാലെ പോകുന്ന ആൾക്ക് അതൊരു ഭാഗ്യമല്ലേ, ഞാൻ ഇത്ര കൊടുക്കുന്നു അതിലേറെ കിട്ടുന്നു, അതൊരു ഭാഗ്യ പരീക്ഷണമല്ലേ, അത് റബ്ബ് എനിക്ക് ഖദറാക്കിയിട്ടുള്ള ഒന്നല്ലേ, ആ രീതിയിൽ അയാൾ ചിന്തിക്കും. അതുപോലെ പലിശയുടെ പിന്നാലെ പോയി പലിശക്ക് കൊടുക്കുന്ന ആൾക്ക് ഞാൻ ആളുകൾക്ക് സേവനം ചെയ്തതല്ലേ കൊടുക്കുകയല്ലേ, കാരണം അതിൽ കിട്ടുന്നൊരു ലാഭമല്ലേ ഇത്, അയാൾക്ക് ഞാൻ കുറച്ച് പൈസ കൊടുത്തു, ആ കൊടുത്ത സമയത്ത് ഇത്രയും പൈസ ആ സമയത്ത് അയാളുടെ കൈകളിൽ ഉണ്ടായതിന് കുറഞ്ഞൊരു ലാഭം ഞാൻ വാങ്ങുന്നു എന്ന രീതിയിൽ തെറ്റായ കാര്യങ്ങളെ ഈ രീതിയിലുള്ളൊരു വശങ്ങൾ നമുക്കൊരു വർണ്ണമാക്കി നമുക്കിങ്ങനെ കാണിച്ചു തരും. ഇതാണ് തസീനു ഷയാത്തീൻ എന്ന് പറഞ്ഞാൽ. ഏത് തെറ്റിനും
ഒരു നല്ലൊരു വശം നമുക്ക് കാണിച്ചു തരുമെന്നുള്ളതാണ്. അതുപോലെ സ്വത്തുക്കളൊക്കെ ഒരാൾക്ക് കിട്ടിയ സമ്പത്ത് അതിങ്ങനെ ദുർവ്യയം ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്ക് ആര് വരും? പിശാച് വരും. എന്നിട്ട് പിശാച് പറയും, ഇത് ചിലവഴിച്ചോ, എൻ്റെ സ്റ്റാറ്റസിന് ഇത്ര ചിലവഴിക്കണം. കടം വാങ്ങിയിട്ടായിരിക്കും ചിലവഴിക്കുന്നുണ്ടാകുക, വലിയ വീട് വെക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ വിവാഹം വലിയ ആഡംബരമായിട്ട് ആ രീതിയിൽ നടത്തി കടം വരെ വാങ്ങി അങ്ങനെ നിർവഹിക്കുന്നവരുണ്ടാവും. അവരുടെ അടുത്ത് വരും, ഇത് നിൻ്റെ ആ സ്റ്റാറ്റസിന് പറ്റിയ രീതിയാണ്, ഇങ്ങനെയാണ് നീ ചെയ്യേണ്ടത്, മറ്റേ വളരെ മോശമാണ് എന്നൊക്കെ രീതിയിൽ എന്ത് ചെയ്യും? ഈ ചെയ്യുന്ന തെറ്റെന്ത് ചെയ്യും? ഒന്ന് നല്ല രൂപത്തിൽ അലങ്കരിച്ച് അവന് കാണിച്ചു കൊടുക്കും. നേരത്തെ സൂചിപ്പിച്ചല്ലോ, സംസാരത്തിൽ ഇങ്ങനെയുള്ള അലങ്കാരം കൊണ്ടുവരും. അതായിട്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് വേറെ ആളെ കുറിച്ച് ഇങ്ങനെ മോശം പറയായിരിക്കും. പക്ഷേ പിശാച് തോന്നിക്കുക എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഉള്ള കാര്യമല്ലേ പറയണത്, ഇല്ലാത്തൊന്നല്ലല്ലോ, ഉള്ള കാര്യമല്ലേ, തമാശക്കല്ലേ, ഇങ്ങനെയാണ് ന്യായീകരണം വരിക. തമാശക്ക് പറയല്ലേ, നമ്മളിന്ന് കൂടിയിരുന്നപ്പോൾ തമാശക്ക് പറഞ്ഞതല്ലേ, അതുപോലെ തന്നെ ഉള്ളതല്ലേ എന്നൊക്കെ പറയാം. ഉള്ള കാര്യം ഒരാളെ കുറിച്ച് പറയുന്നതിനെ എന്ത് പറയാ? അതിനെയാണ് ഗീബത്ത് എന്ന് പറയുക. ഇല്ലാത്ത കാര്യം പറയുന്നതിന് കളവ് എന്നും പറയും. അപ്പോൾ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അയാളെ കുറിച്ച് പറയുന്നതാണ് ഇസ്ലാം എതിർത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ കൂടിയിരുന്ന് ആലോചിച്ച് സംസാരിക്കുന്ന ഈ വിഷയം ആരെ കുറിച്ചാണോ പറയുന്നത് അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ സംസാരം അവിടെ പാടില്ല. അയാൾക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അത് പാടില്ല. സത്യം തന്നെയല്ലേ പറയുന്നത് എന്ന ന്യായവുമായി പിശാച് നമ്മുടെ അടുത്തേക്ക് വരും. അതാണ് ഏത് തെറ്റിനും ഒരു അലങ്കാരം ഇങ്ങനെ കാണിച്ചു തരും. എന്നിട്ട് അതിൽ തന്നെ മനുഷ്യനെ തുടർന്നു കൊണ്ടേയിരിക്കും. ഇത് പിശാചിൻ്റെ ഒരു കുതന്ത്രമാണ്. ഇനിയോ നമ്മുടെ ആത്മാഭിമാനം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മറ പിടിച്ചുകൊണ്ട് തെറ്റുകളെ ന്യായീകരിക്കുന്ന രീതി വരും. ഉദാഹരണമായിട്ട് കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ട്, നമ്മളിങ്ങോട്ട് ഒരുപാട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ച ആളുകളാണ്. അതുകൊണ്ട് അതിനേക്കാൾ മോശമായി തിരിച്ചങ്ങോട്ട് ചെയ്യുന്നതിൻ്റെ പ്രശ്നം ഇങ്ങോട്ട് ചെയ്തിട്ടല്ലേ, അതുകൊണ്ട് തിരിച്ചങ്ങോട്ട് കുറച്ച് പറയാം, ചെയ്യാം, ആ കുടുംബബന്ധം മുറിക്കാം, നമ്മുടെ ആത്മാഭിമാനമല്ലേ നമുക്ക് വലുത്. അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ ഒരിക്കലും അവർക്ക് കീഴെ നിന്ന് കൊടുക്കണ്ട എന്ന രീതിയിൽ എന്ത് ചെയ്യും? കുടുംബബന്ധം മുറിക്കുന്നതിന് ഇത്തരം ന്യായങ്ങളുമായി നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ തെറ്റാണ്, പക്ഷെ എന്ത് ചെയ്യും? നല്ലൊരു ന്യായം അതിൻ്റെ പിന്നിൽ അടിവരയിട്ട് നമുക്ക് മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തരും. ഇതാണ് പിശാച് ചെയ്യുന്ന ഒരു പണി. ഇനി പിശാച് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു കാര്യം തെൽബീസ് എന്ന് പറയും. തെൽബീസ്, ലബിസ, എൽബസു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ധരിപ്പിക്കുക എന്നാണ്. അഥവാ തെറ്റിദ്ധരിപ്പിക്കുക, വേഷപ്പകർച്ച എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഉള്ള ഒരു കാര്യത്തെ മറ്റൊന്നായി കാണിക്കുക. മറ്റേ തെറ്റാന്ന് നമുക്ക് തസീ എന്ന് പറഞ്ഞാൽ സംഗതി തെറ്റൊക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ന്യായം കൂടെ കൊണ്ടുവന്നിട്ട് അതിനെ നന്നാക്കാൻ നോക്കുന്ന പണിയാണ് തസീൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞത്. ഇത് തെൽബീസ് എന്ന് പറഞ്ഞാൽ തിന്മയെ നന്മയാക്കി കാണിച്ചു കൊടുക്കും. അപ്പം എന്ത് ചെയ്യും? ആ തിന്മ ചെയ്യുമ്പോൾ ഒരു കുറ്റബോധം ഉണ്ടാവില്ല. ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊരു കുത്തുണ്ടാവും. പക്ഷേ ഈ ചെയ്യുന്ന കാര്യം തെറ്റല്ലെന്ന് ബോധ്യപ്പെട്ടാൽ അയാൾ പെട്ടെന്ന് നിർത്തൂല. അതാണ് ബിദഅത്തിന്റെ പ്രശ്നമായി പണ്ഡിതന്മാർ പറയാറുള്ളത്. ബിദഅത്ത് ചെയ്യുന്ന ആൾ വിചാരിക്കുന്നത് ചെയ്യുന്ന നന്മയാണെന്നാണ്. അതുകൊണ്ട് തന്നെ ആ റൂട്ട് കണ്ട് കയറ്റി കൊടുക്കും പിശാച്. പിന്നെ അവരെങ്ങനെ ചെയ്തോളും, അതിനെ എതിർക്കണോലൊക്കെ എതിർത്തോളും. നന്മ മുടക്കികൾ എന്ന് പറഞ്ഞ് ബിദഅത്തിൽ തന്നെ തുടരും അവർ. എന്നാൽ ചെയ്യുന്ന കാര്യം തെറ്റെന്ന് വിചാരിച്ച് ചെയ്യുന്ന ആൾക്ക് അത് തെറ്റെന്ന് വിചാരിച്ച് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപേക്ഷിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ ഈ തെൽബീസ് ഇബ്ലീസ് എന്ന് പറയുന്ന ഈ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്? തിന്മകളെ നന്മകളാക്കി ഇങ്ങനെ കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഉപദേശത്തിൻ്റെ മറവിൽ എന്ത് ചെയ്യാം? അഹങ്കാരം എന്നുള്ളൊരു പണി. അതാണ് നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു സദസ്സിൽ എന്ത് ചെയ്യുക? ഒരാളെ ഉപദേശിക്കുകയാണ്. യഥാർത്ഥത്തിൽ അയാൾക്ക് ആ ഉപദേശം അവിടെ കൊടുത്താൽ അയാളുടെ അഭിമാനം ക്ഷതം വരുത്തലാണ്. കാരണം അത്ര മോശപ്പെട്ടൊരു കാര്യമാണ്, അത് ചെയ്യരുതെന്നാണ് പറയുന്നത്. അയാൾ രഹസ്യമായി അയാളോട് സൂചിപ്പിച്ചാൽ മതി ആ വിഷയം. പക്ഷേ ഞാൻ ഉപദേശിക്കല്ലേ എന്നെ ന്യായം പറഞ്ഞിട്ട് ആളുകൾക്കിടയിൽ അയാളെ വഷളാക്കി. ന്യായം എന്താ? ഉപദേശമല്ലേ, പറയേണ്ട കാര്യമല്ലേ എന്ന് പറഞ്ഞാൽ അയാളുടെ അഭിമാനം ക്ഷതം വരുത്തും. ഒരാളുടെ അഭിമാനം ക്ഷതം വരുത്താൻ നമുക്കാർക്കും അനുവാദമില്ല. ഇസ്ലാം ആ നിലക്ക് സംരക്ഷണം നൽകിയ പല കാര്യങ്ങളുമുണ്ട്. സ്വത്ത് സംരക്ഷണം നൽകപ്പെട്ടിട്ടുണ്ട്. ഒരാളുടെ ബുദ്ധി അത് സംരക്ഷിക്കപ്പെടണം. ഒരു അവസരത്തിലും അത് ക്ഷതം വരുത്താനോ അതില്ലാതാക്കാനോ മറ്റൊരാൾക്ക് അവകാശമില്ല. അതിൽ പെട്ടതാണ് അഭിമാനം എന്ന് പറയുന്നത്. അതും ക്ഷതം വരുത്താൻ പറ്റില്ല. വേറെ എന്ത് ന്യായം പറഞ്ഞാലും ഒരാളുടെ അഭിമാനം ക്ഷതം വരുത്താൻ പറ്റില്ല. ആ ഉപദേശം രഹസ്യമായ ആൾക്ക് നടത്താൻ പറ്റൂലേ, വേറെ രീതിയിൽ നടത്താൻ പറ്റൂലേ. പക്ഷെ ഇവിടെ ഉപദേശം എന്ന മറ പിടിച്ച് എന്ത് ചെയ്യാം? അയാളുടെ അഭിമാനം ക്ഷതം വരുത്തുന്നത് പിശാച് ഒരു നല്ലതാക്കി അവനിങ്ങനെ കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അതിൽപ്പെട്ടതാണ് ഈ ആധുനികതയുടെ മറവിലുള്ള ആഭാസങ്ങളൊക്കെ ഇതിൽപ്പെട്ടതാണ്. ആധുനികത പേര് പറഞ്ഞ വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ മോശം വസ്ത്രങ്ങൾ ഇങ്ങനെ ധരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു പുരോഗതിയല്ല, ഇത് ഇന്നത്തെ ഫാഷൻ അല്ലേ എന്ന് ന്യായം പറയും. അങ്ങനെയാണ് പിശാച് അവന് വസ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇന്നത്തെ കാലമല്ലേ, ഫാഷനല്ലേ, ഇതൊക്കെ പുരോഗതിയുടെ ഭാഗമല്ലേ. അപ്പോൾ എന്തിനാ ഇതിനൊക്കെ എതിർക്കേണ്ട ആവശ്യം എന്നതിലൊക്കെ എന്ത് ചെയ്യും? തെറ്റുകളെ ഒരു നല്ലതാക്കി കാണിച്ചിട്ട് അത് നന്മയാക്കി കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രവണത, അതൊക്കെ പിശാചിൽ നിന്നുള്ളതാണ്.
അതുപോലെ ലോകമാന്യം. ഒരാൾ പള്ളിയിൽ പോകുന്നു, നിസ്കരിക്കുന്നു, സ്വതൊക്കെ ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കണ്ടേ, ഓർക്ക് എന്നെ കണ്ട് മാതൃകയാകണ്ടേ നിൽക്കുന്നത് എല്ലാ ആളുകൾ കാണണ്ടേ എന്നൊരു മാനസിക ചിന്ത ഒരാളിലേക്ക് കൊണ്ടുവരും. ചിലത് അങ്ങനെയാണ്, ചെയ്യേണ്ടി വരും. പക്ഷേ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ ആളുകൾ അറിയട്ടെ, എന്താ ന്യായം, അവർക്ക് മാതൃകയായിട്ട് ഞാൻ. അപ്പോൾ അവന് ലോകമാന്യത എന്തായി കൊടുത്തു, അതൊരു നന്മയാക്കി പിശാച് കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ അറിയേണ്ട വിഷയങ്ങളാണ്. കാരണം എന്താ പറയുക, ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ തെറ്റുകൾ, ജാഹിലിയത്ത് അറിയാത്തവന് ഇസ്ലാം മനസ്സിലാകുകയില്ല എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് ഇപ്പോഴും ഷിർക്ക് മനസ്സിലാകാത്തത്. മനസ്സിലായല്ലോ. ജാഹിലിയത്ത് എന്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിർക്ക് എന്ന് പഠിപ്പിച്ചതെന്ന് വിശുദ്ധ ഖുർആൻ നോക്കിയാൽ മതി, ഹദീസിൽ നോക്കിയാൽ മതി. അതേ സംഗതി ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ പേര് പറഞ്ഞ് കൊണ്ടടക്കാണ്, അത് തൗഹീദായി പറയാണ്. അപ്പം എന്താ പ്രശ്നം, ജാഹിലിയത്ത് കൃത്യമായി അറിയാത്ത പ്രശ്നമാണ്. അതുകൊണ്ട് പിശാചിന്റെ കുതന്ത്രങ്ങൾ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ആ നിലക്ക് മനുഷ്യനെ ഏത് നിലക്കും അവനെ നശിപ്പിക്കാനും തിന്മയിലേക്ക് പോകാനുമുള്ള പണികൾ എടുത്തുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ പണി നമ്മൾ മനസ്സിലായിക്കൊണ്ടേയിരിക്കണം. ഇനി നോക്കൂ, ഇതിനെന്തൊക്കെയാണ് പരിഹാരമുള്ളത്? ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് ഒന്ന് അറിവ് നേടുക എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാവും എന്താണ് തെറ്റ്, എന്താണ് ശരി. അറിവിൻ്റെ പിന്നാലെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കണം. നമ്മൾ അറിവ് നേടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അവൻ്റെ സ്വർഗപ്രവേശനമായി എളുപ്പമാവുക എന്നാണ്. അപ്പോൾ ദീനിൻ്റെ അറിവ് എവിടെ നിന്ന് കിട്ടുമോ അവിടെ നിന്നൊക്കെ നമ്മൾ ഓടിപ്പിടിച്ചത് നേടിയെടുക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, എന്ത് അമൽ ചെയ്യുമ്പോഴും ഇഖ്ലാസ് അതിലുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം വേണ്ടത്. ഇതാരെ കാണിക്കാനുമല്ല, ഇത് മറ്റു ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്ന നിലക്ക് റബ്ബിൻ്റെ തൃപ്തി കിട്ടാൻ, റബ്ബിൻ്റെ പ്രതിഫലം കിട്ടാൻ, സ്വർഗപ്രവേശനം എളുപ്പമാകാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന നിലക്കായിരിക്കണം ഏത് പ്രവർത്തനങ്ങളും ഒരാൾ ചെയ്യേണ്ടത്. മറ്റൊന്ന്, പണ്ഡിതന്മാരുമായിട്ട് നല്ല ആളുകളുമായിട്ട് എപ്പോഴും സൗഹൃദബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ മനസ്സിലാവും നമ്മുടെ പോരായ്മകൾ എന്താണെന്നുള്ളത്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വരും എന്നുള്ളതാണ്. അതുപോലെ പ്രാർത്ഥന വേണം. അരീനിൽ ഹക്ക ഹക്ക വൽ ബാത്തില ബാത്തില, ഹക്കിനെ ഹക്കായും ബാത്തിലിനെ ബാത്തിലായും റബ്ബെ നീ എനിക്ക് കാണിച്ചു തരണേ എന്ന പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ ഈ പറയും പോലെ പിശാചിൻ്റെ തൽബീസും തസീനും ഒന്നും നമ്മളെ ബാധിക്കൂല. തെറ്റിനെ നന്മയായി കാണിച്ചു തരിക, തെറ്റിനെ അലങ്കാരമാക്കുന്ന വിഷയം വരിക, എന്ത് നമ്മുടെ അടുത്ത് വന്നാലും അത് കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടും. കൃത്യമായി പ്രാർത്ഥന അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ. മൂന്നാമതായി പിശാച് നമ്മളിൽ ചെലുത്തുന്ന അവൻ്റെ കുതന്ത്രമാണ് തസ്വീഫ് എന്ന് പറയും. വൈകിപ്പിക്കുക ഒക്കെ നാളെ എന്നൊരു മോഹവലയം നമുക്ക് ഇട്ടുതരും. ഇപ്പോൾ സമയമില്ല, പിന്നെയാകാം എന്ന രീതിയിൽ പല വിഷയങ്ങളിലും പിശാച് നമ്മുടെ അടുത്തേക്ക് വരും. അതിലൊന്നാമത്തേതാണ് തൗബയുടെ വിഷയം. റബ്ബിനോട് പശ്ചാത്തപിക്കുന്ന കാര്യത്തിൽ അതിൽ തസ്വീഫ് വരുത്തുമെന്നാണ്. അത് പിന്നീടാകാം, നാളെയാകാം എന്ന നിലക്ക് പിശാച് നമ്മുടെ മനസ്സിൽ തോന്നിക്കുമെന്നാണ്. അതേത് രൂപത്തിലാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നീ പാപത്തിൽ മുഴുകിയിരിക്കല്ലേ, അപ്പോൾ കുറച്ചുകൂടി ഇനി ഈ തൗബ ചെയ്താൽ ഇനി അടുത്ത തെറ്റ് വീണ്ടും വരും, അപ്പോൾ അതിന് വീണ്ടും ചെയ്യണ്ടേ, അതുകൊണ്ട് കുറച്ച് തെറ്റൊക്കെ ആയിട്ട് ഒരുമിച്ച് അങ്ങ് തൗബ ചെയ്താൽ പോരെ എന്ന നിലക്ക് എന്ത് ചെയ്യും, പിശാച് ഒരാളുടെ അടുത്തേക്ക് ആ രീതിയിൽ വരും. അതുപോലെ പ്രായത്തെക്കുറിച്ചുള്ള വ്യാമോഹം, ഓരോരുത്തർ ഓരോ പ്രായത്തിൽ ഓരോ തോന്നല പിശാച് ഉണ്ടാക്കിക്കുക. ഒരാൾ യുവാവാണെങ്കിൽ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഇത് ആസ്വദിക്കാനുള്ള പ്രായമാണ്, നന്നായി ആസ്വദിക്കേണ്ട പ്രായമാണ്. അതുകൊണ്ട് ആരാധനയെക്കുറിച്ച് വാർദ്ധക്യത്തിലൊക്കെ എത്തിയിട്ട് പള്ളിയിലൊക്കെ ഇരുന്ന്, അല്ലെ അങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ, ഹജ്ജ് ചെയ്ത് പള്ളിയിൽ മൂലയിലിരുന്ന് ഖുർആൻ ഓതി അതിൽ മാത്രം കേന്ദ്രീകരിച്ച് മറ്റെല്ലാ പിന്നെ കുടുംബത്തിലെ ഭാരങ്ങളൊക്കെ മാറി മക്കളിലൊക്കെ ഏൽപ്പിച്ച് അങ്ങനെ ഒന്ന് ഒഴിഞ്ഞിരിക്കാലോ. അപ്പം അങ്ങനെ എന്ത് ചെയ്യാം, ഈ യുവത്വ സമയം കഴിയട്ടെ, ഇവിടെ നമുക്ക് ഒരുപാട് ആസ്വദിക്കാനുള്ള സമയമാണ്. വാർദ്ധക്യത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് നന്നായിട്ട് തൗബ ചെയ്തിട്ട് റബ്ബിലേക്ക് മടങ്ങാലോ എന്ന വ്യാമോഹം എന്ത് ചെയ്യും, പിശാചിടും. അഥവാ അത് തസ്വീഫാണ്. തൗബയുടെ വിഷയത്തിൽ അതിങ്ങനെ ദീർഘിപ്പിക്കലാണ്. മറ്റൊന്ന്, ജോലി കിട്ടുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ജോലിയുണ്ട്, പല പ്രൊജക്റ്റുകളും ചെയ്തു തീർക്കാനുണ്ട്, അപ്പോൾ ഇതിൻ്റെ തിരക്കൊന്ന് കഴിയട്ടെ, എന്നിട്ട് പശ്ചാത്തപിക്കാം, എന്നിട്ട് ഇബാദത്തിലൊക്കെ കഴിഞ്ഞുകൂടാം എന്ന രീതിയിൽ എന്ത് ചെയ്യും, പിശാച് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. ചില ബാധ്യതകൾ ഉണ്ടാവും, മക്കളുടെ വിവാഹം ഉണ്ടാവും, വീട് പണി ഉണ്ടാവും, അങ്ങനെ കുറച്ച് ഓട്ടത്തിലും തിരക്കിലൊക്കെയാണ് ഞാനുള്ളത്. അതുകൊണ്ട് ഇതൊന്ന് കഴിയട്ടെ, എന്നിട്ടൊന്ന് ഹജ്ജ് ചെയ്യാം, എന്നിട്ടുള്ള ബാക്കിയുള്ള പൈസക്ക് ഉംറ ചെയ്യാം എന്ന രീതിയിൽ നമ്മളെങ്ങനെ നമ്മുടെ ഇബാദത്തുകളെ നീട്ടി അവസാനം അതിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യും, ഭരണത്തും ചെയ്യും. നമുക്ക് ഉറപ്പില്ലല്ലോ, നമുക്ക് തീയതി നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്കറിയോ? ഇല്ല. അത് നിശ്ചയിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് അത് കൃത്യമായി നിശ്ചയിച്ച് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതന്നെയാണ് പിശാചിൻ്റെ കുതന്ത്രവും. ഏതും നീട്ടി അവസാനം അതിൻ്റെ മുമ്പ് മരണമെത്തുമ്പോൾ അവിടെ ഏതെങ്കിലും റബ്ബേ എന്നെ ഒന്ന് തിരിച്ച് മടക്കുമോ, പിന്നെ ഞാൻ വീഴ്ച വരുത്തിയ വിഷയങ്ങളൊക്കെ ഞാൻ നന്നായി ചെയ്തോളാം എന്നൊക്കെ മനുഷ്യർ പറയുമെന്നാണ്. പക്ഷെ അതിന് കാര്യമില്ല. അതുപോലെ തസ്വീഫിൻ്റെ വിഷയമാണ്. അറിവ് നേടുന്ന വിഷയത്തിൽ തസ്വീഫ് ഉണ്ടാക്കും. ഒരുപാട് അറിയണം, പഠിക്കണം എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പഠിക്കണം എന്നുള്ള ബോധ്യം എനിക്കും വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം വേണ്ട, കുറച്ച് കഴിയട്ടെ,
ആരെ തന്ത്രമാണ്? പിശാചിൻ്റെ തന്ത്രമാണ്. എവിടെ ഒഴിവ് കിട്ടുമോ അവിടെയൊക്കെ വായിക്കുക, ഇൽമ് കാണുക, കേൾക്കുക, ആ രീതിയിലാകണം. അതിനുള്ള സൗകര്യങ്ങൾ എമ്പാടുമുണ്ട്. പക്ഷേ അവിടെയും മറ്റു ചില തിരക്കുകളും മടികളും കാരണം അതിങ്ങനെ നീട്ടുകയാണ് പലപ്പോഴും ആളുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇനി സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലോ, രാത്രിസ്കാരത്തിൻ്റെ വിഷയത്തോടെ വിശുദ്ധ ഖുർആൻ്റെ പാരായണം ആയിക്കോട്ടെ, ഇപ്പം നല്ല ക്ഷീണമാണ്, ഇനി നാളെ ആകട്ടെ, അങ്ങനെയാണ് നീട്ടുക അല്ലേ? മടിയും ക്ഷീണവും ഇതൊക്കെ പിശാച് മനുഷ്യരിൽ ഉണ്ടാക്കുന്നതായ ചില കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അഊദു ബിക മിനൽ കസൽ, അഊദു ബിക മിനൽ ഗഫൽ, അശ്രദ്ധയിൽ നിന്ന്, അതുപോലെ തന്നെ മടിയിൽ നിന്ന്, ഭീരുത്വത്തിൽ നിന്നൊക്കെ റബ്ബിനോട് അഭയം തേടേണ്ട വിഷയങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാക്കി തരൽ ആരാണ്? പിശാചാണ്. ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയം ഉണ്ടാക്കി തരും, അതുപോലെ തന്നെ മടി ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ ഒരു കാര്യത്തെ നീട്ടാനുള്ള ചില കാരണങ്ങളാണ്. അതൊക്കെ പിശാചിൽ നിന്നുള്ള ചില പ്രവണതകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതുണ്ടാകുന്ന സമയത്ത് തന്നെ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. പിശാചിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്, അത് പിശാചിൽ നിന്നുള്ള ചില പ്രവണതകൾ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ സ്വാഭാവികമായി റബ്ബിനോട് നമ്മൾ എന്ത് ചെയ്യണം? അഭയം തേടേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിഹാരം എന്താ? ഏത് കാര്യവും റൈറ്റ് നൗ, ഇപ്പോൾ ചെയ്യുക, പിന്നക്കല്ല നാളേക്കല്ല. ഈ കാര്യം എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുമോ എങ്കിൽ ഉടനെ തന്നെ ചെയ്യുക എന്നതാണ് വിശ്വാസി ഏത് സമയത്തും പരിശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളത്. മറ്റൊന്ന് എപ്പോഴും മരണചിന്ത ആലോചിക്കാമെന്നാണ്. മരണത്തെപ്പോഴും ചിന്തിക്കുക. അപ്പോൾ എന്ത് ചെയ്യൂല? ഒരു കാര്യം നീട്ടി വെക്കൂല. കാരണം അതിന് മുമ്പ് മരണം വന്നാലും നിസ്കരിക്കുകയാണ്. നിസ്കാരം ഏറ്റവും നല്ല നിസ്കാരമാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താണ്? സ്വലാത്തുൽ മുവദ്ദിഅ ആകണം. എൻ്റെ ഏറ്റവും അവസാനത്തെ നിസ്കാരം എന്ന രീതിയിലാണ് നിസ്കാരത്തെ കാണേണ്ടത്. നിസ്കാരത്തിൽ ഖുശൂ വരാൻ വേണ്ടി പണ്ഡിതന്മാർ എണ്ണിയ ഒരു വിഷയം കൂടിയാണിത്. ഇതെൻ്റെ ഏറ്റവും അവസാന നിസ്കാരമാണ്. കാരണം ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത നിസ്കാരം എനിക്കില്ല. ഈ നിസ്കാരം കൂടെ എൻ്റെ അക്കൗണ്ടിലേക്ക് ചേർത്തി വെക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇതെനിക്ക് ഏറ്റവും നന്നായി എങ്ങനെ നിർവഹിക്കാൻ പറ്റുമോ അങ്ങനെ ഞാൻ നിർവഹിക്കും എന്ന നിലക്ക് എന്ത് ചെയ്യണം? ആ നിസ്കാരം നിർവഹിക്കണം. അതന്നെ ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് എൻ്റെ മരണസമയം അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മുന്നോടിയായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിപ്പോൾ ചെയ്യുക, നാളേക്ക് പിന്നേക്ക് എന്നൊരു നീട്ടിവെക്കൽ എനിക്കില്ല. അത് പിശാചുണ്ടാക്കുന്ന പ്രവണതയാണ്, അല്ലെങ്കിൽ അവന് പ്രചോദിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? അത് ഉടനെ ചെയ്യണം എന്നുള്ളതാണ്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, മടിയിൽ നിന്നും അതുപോലെ തന്നെ അലസതയിൽ നിന്നൊക്കെ ശരണം തേടിക്കൊണ്ട് റബ്ബിൽ അഭയം ചോദിക്കുക എന്നുള്ളതാണ് മറ്റൊരു പരിഹാരം. നാലാമതായി പിശാച് തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് തഹ്വീനുൽ മാസിയ. തെറ്റുകളെ അവൻ നിസാരമായി കാണിക്കും, പാപങ്ങളെ നിസാരമാക്കി നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും എന്നുള്ളതാണ്. അത് നമ്മൾ ചില തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. നമ്മളെങ്ങോട്ടാ നോക്കുക? നമ്മളെക്കാൾ വലിയ തെറ്റ് ചെയ്യുന്ന ആളുകളിലേക്ക് നമ്മൾ നോക്കുക. ഇതന്നെയോ കണ്ടില്ലേ, മറ്റാൾ കണ്ടില്ലേ, ഇന്ന ആൾ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ആളുകളെ കൊന്നും. നമ്മളെന്താ ഒരു കൊതുകിനെ നമ്മൾ കൊന്നിട്ടുള്ളൂ എന്ന രീതിയിലൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഒരുപാട് ചെറിയ തെറ്റുകൾ ചേർന്നിട്ടാണ് ഒരാൾക്ക് വൻപാവമായി മാറി പരലോകത്ത് നരകത്തിലേക്ക് ചില ആളുകൾ അവിടേക്ക് ആപതിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചൊരു കാര്യമുണ്ട്. ഒരു ടീം ഒരു യാത്ര പോവാണ്. അപ്പോൾ ഭക്ഷണം പാകം ചെയ്യണം, അതിന് തീ വേണം, തീന് വിറക് വേണം. അപ്പം എന്ത് ചെയ്യും? പല ആളുകൾ പല വഴിക്ക് പോയി. അങ്ങനെ ഓരോരുത്തർക്കും ചെറിയ ചെറിയ ചില്ലകൾ, ചുള്ളിക്കമ്പുകളാണ് കിട്ടിയത്. പക്ഷെ അത് കത്തിച്ചാൽ പാചകത്തിനുള്ള തീയാവില്ല. പക്ഷേ എല്ലാവരും പല സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് അതിട്ട് അത് കത്തിച്ചപ്പോൾ വലിയ തീ കിട്ടി. പാചകത്തിനും അത്യാവശ്യമുള്ളതിനെല്ലാം ആവശ്യമായിട്ടുള്ള തീ അതിൽ നിന്ന് കിട്ടി. ഇതേപോലെയാണ് തെറ്റുകളെന്നാണ്. അവിടുന്ന് ഒരു ചെറിയ തെറ്റ്, ഇത് ചെറുതല്ലേ എന്ന് വിചാരിച്ച് അവിടുന്ന് ചെയ്തത്, അതൊക്കെ വലിയ പ്രശ്നമുണ്ടോ എന്ന രീതിയിൽ അവിടെ ചെയ്തത്, ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തത്, അതെല്ലാം കൂട്ടിയപ്പോൾ അത് വൻപാപമായി മാറിയിട്ടുണ്ടാകുമെന്നാണ്. എന്നിട്ട് നരകത്തിലേക്ക് കണ്ട് വീഴും. മാത്രമല്ല നമ്മൾ ചെറുതാണെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ അള്ളാൻ്റെ അടുത്ത് ചെറുതാകണമെന്നില്ല. അങ്ങനെയുണ്ട്. അതോടല്ലേ വിശുദ്ധ ഖുർആൻ പറയുന്നത് ചില ആളുകൾ ചില വാക്കുകൾ പറയും, അവൻ വളരെ നിസാരമായിട്ടായിരിക്കും അത് കണ്ടിട്ടുണ്ടാകുക. പക്ഷെ അള്ളാൻ്റെ അടുത്ത് അത് വൻപാപം അല്ലെങ്കിൽ വലിയ ഗൗരവമേറിയ വിഷയമായിരിക്കുമെന്നാണ്. അതാണ് കുഫറിൻ്റെ വാക്കുകളൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്, ഗൗരവകരമായിട്ടുള്ള വാക്കുകളൊക്കെ. അപ്പോൾ തെറ്റുകൾ നമ്മുടെ അടുത്ത് ചെറുതാണോ എന്നതല്ല നോക്കേണ്ടത്. ഏത് ചെറിയ തെറ്റ് ചെയ്താലും എത്ര വലിയവനോടുള്ള ധിക്കാരമാണ് എന്നാണ് ഓർക്കേണ്ടത് എന്നാണ്. നമ്മൾ ഈ തെറ്റ് ചെയ്താലും ആരെ ധിക്കരിക്കണം? അള്ളാഹനല്ലേ ധിക്കരിക്കേണ്ടത്. അല്ലാഹു അക്ബർ അല്ലേ? അത്രയും വലിയ ആ റബ്ബിൻ്റെ മുമ്പിൽ ഒരു ധിക്കാരം, ഒരു ചെറിയ തെറ്റ് കൊണ്ടെങ്കിലും ഞാൻ ചെയ്യൂല എന്ന തീരുമാനമാണ് എടുക്കേണ്ടത്. എന്നാൽ പിശാചികൾ എന്താ? ഏത് തെറ്റും നിസാരമാക്കി, ഇതൊക്കെ ചെറിയ കാര്യമല്ലേ, എല്ലാവരും ചെയ്യുന്നതല്ലേ, അള്ളാഹ് വലിയ കരുണാനിധിയല്ലേ, റഹ്മാനല്ലേ, റഹീമല്ലേ, ഈ ന്യായങ്ങളൊക്കെ ആയിട്ട് വരും. ഈ മുർജിയാക്കൾ പ്രശ്നമാണ്. മുർജിയാക്കൾ എന്താ? അവർ അള്ളാഹിൻ്റെ റഹ്മത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പ്രവതീകരിച്ച് അത് മാത്രം കാണിക്കും. അള്ളാഹ് പുറത്തു തരുന്നവനാണ്, അള്ളാഹു തവ്വാബാണ്, അള്ളാഹ് കരുണ കാണിക്കുന്നവനാണ്, ഇനിയിപ്പോൾ എത്ര വലിയ തെറ്റ് ചെയ്താലും എന്താ അള്ളാഹ് പുറത്തു തരൂലേ എന്ന വശം മാത്രം കാണിക്കും. എന്നാൽ അപ്പുറത്തുണ്ടെന്ത്?
അള്ളാഹു ഷദീദുൽ ഇഖാബ്, അതിശക്തമായി അള്ളാഹു ശിക്ഷിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കോപം എന്ന് പറയുന്നത് അവൻ കോപിച്ചാൽ, അവൻ ശിക്ഷിച്ചാൽ പിന്നെ ചെറിയ ശിക്ഷയാവൂല എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ അവരെന്ത് ചെയ്യും? മറച്ചു വെക്കും. അപ്പൊ വിശ്വാസി ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിരിക്കും. അവർ റബ്ബിൽ പ്രതീക്ഷയുള്ളവനും അതോടൊപ്പം റബ്ബിനെ ഭയപ്പെടുന്നവനായിരിക്കും. ഖൗഫൻ വ തമഅ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. റബ്ബിൽ പേടിച്ചും റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ചും ഉണ്ടായിരിക്കും വിശ്വാസി ജീവിക്കുക. തെറ്റ് പറ്റിയിട്ടുണ്ട്, റബ്ബ് പൊറുക്കുമെന്ന പ്രതീക്ഷയുണ്ടാവും. എന്നാലോ റബ്ബിനോട് തൗബ ചെയ്തിട്ടും സ്വീകരിക്കില്ല എന്ന പേടിയും ഉണ്ടാവും. അങ്ങനെയാണ് വിശ്വാസി ജീവിക്കുക എന്നുള്ളതാണ്. മറ്റതോ തെറ്റുകൾ നിസ്സാരമായി കാണിക്കലോ അത് പിശാചിൻ്റെ വഴിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്നാണ് നോർമലൈസേഷൻ. എന്ത് എല്ലാവരും ചെയ്യുന്നില്ലേ എന്ന് ന്യായം പറഞ്ഞിട്ട് എന്ത് ചെയ്യും? തെറ്റുകളെ ആ രീതിയിൽ കുടപിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ടോ? പാടില്ല. അതെല്ലാം പിശാച് നമ്മളിലിടുന്ന അവൻ്റെ കുതന്ത്രങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസാനിപ്പിക്കുകയാണ്. അതിലൊന്ന് അഞ്ചാമത്തെ കൂടെ സൂചിപ്പിക്കുകയാണ്. നമ്മളെ തസ്ഐബുൽ അംർ എന്ന് പറയും. കാര്യങ്ങളെ പ്രയാസമാക്കി നമ്മളെ തോന്നിപ്പിക്കും. അത് തൗബൻ്റെ കാര്യമായിക്കോട്ടെ, ദീനിൻ്റെ നിയമങ്ങളായിക്കോട്ടെ, അതെല്ലാം ഒരു പ്രയാസം പോലെ നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യും? അവതരിപ്പിക്കും എന്നുള്ളതാണ്. ഇനി ഒരാളെ നന്നാകാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ അയാളുടെ അടുത്തേക്ക് പിശാച് വരും. എന്നിട്ട് അവരോട് പറയും, ഇസ്ലാമികപരമായി ജീവിക്കാൻ ഭയങ്കര പ്രയാസം കേട്ടോ, ഇത് ബൈന് നിൽക്കണ്ട എന്ന് പറയും. നിൻ്റെ കൂട്ടുകാരൻ നിന്നെ കളിയാക്കൂലേ, നീ ഒറ്റപ്പെടൂലേ, ലോകം നിന്നെ കുറ്റപ്പെടുത്തൂലേ എന്ന രീതിയിൽ എന്ത് ചെയ്യും? അവൻ്റെ മുമ്പിൽ പിശാച് വരും. ഞാനിപ്പോൾ നന്നായാൽ, ഇതിന് പറയാം ഫിയർ ഓഫ് ചേഞ്ച് എന്നാണ് പറയാം. മനുഷ്യനിലുള്ള ഒരു കുറവാണത്. ഒരു മാറ്റം വരുമ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊരു പേടി. അതാര് മുതലെടുക്കും? പിശാച് ഒന്ന് മുതലെടുക്കും. ഇപ്പം നീ മാറിയാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരുണ്ടല്ലോ, അവരെന്താ പറയുക? എന്നെ മുത്തഖി എന്ന് പറഞ്ഞ് കളിയാക്കൂലേ. അതുപോലെ തന്നെ നീ ചെയ്ത തെറ്റുകളൊക്കെ അവർക്കറിയാലോ, അവർ നിന്നെ ഉൾക്കൊള്ളുമോ എന്ന രീതിയിൽ എന്ത് ചെയ്യും? അവൻ നന്നാകാൻ വിചാരിച്ച ഒരാളുടെ മുമ്പിൽ ആ നന്നാവുക എന്നുള്ളത് വലിയൊരു പർവ്വത സമാനമായ വലിയൊരു കടമ്പയാക്കിയിട്ട് എന്ത് ചെയ്യും? കാണിക്കണം എന്നുള്ളതാണ്. ഇത് പിശാചിൻ്റെ പണിയാണ്. പിശാചിൻ്റെ പണിയാണ്. ഈ സാമ്പത്തികമായ ഭയം ഇട്ട് കൊടുക്കും. അഥവാ ഒരാൾ പലിശയുമായി ബന്ധപ്പെട്ടിരുന്നു, മറ്റ് തെറ്റുകളിലും ഈ സാമ്പത്തികമായ പല ബിസിനസ്സുകളും ചെയ്തിരുന്നു, ഒക്കെ തെറ്റാണ്, ഹറാമാണ്. അപ്പോൾ അതിൽ നിന്ന് മാറാൻ ഒരാൾ തീരുമാനിക്കുകയാണ്. ആ തീരുമാനിച്ച ഉടനെ പിശാച് എന്നിട്ട് പറയും, നമുക്ക് അവസാനിപ്പിക്കാൻ പോവാം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എന്താവും, മക്കളുടെ കാര്യം എന്താവും, ഇത്രയും കാലം നന്നായി ജീവിച്ച അവസ്ഥയ്ക്കാകെ മാറൂലേ എന്ന രീതിയിൽ ഒരു ഭയം പിശാച് മനുഷ്യരിൽ ഇട്ടുകൊടുക്കും. ഇതൊന്നും നിനക്ക് പറ്റിയ പണിയല്ല എന്ന രൂപത്തിൽ വരും. യഥാർത്ഥത്തിൽ 100 പേരെ കൊന്ന ഒരാൾക്ക് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തു കൊടുത്തിട്ടുണ്ട്. ആ സംഭവം അയാളുടെ മനസ്സിലേക്ക് കൊണ്ടു കൊടുക്കില്ല. അത്തരം അവസരങ്ങൾ അയാളെ നിഷേധിക്കും. ഒക്കെ പിശാച് ചെയ്യും. മനസ്സിലില്ല. അത്രയും ആളെ കൊന്നിട്ട് 99 ആളെ കൊന്ന് 100ാമത്തെ ആളെ കൊന്നത് എന്തും പറഞ്ഞിട്ടാ? അയാളടുത്ത് എന്നിട്ട് എനിക്ക് തോപുണ്ടോ ചോദിച്ചതാണ്. അതില്ലാന്ന് പറഞ്ഞപ്പോൾ അയാളെയും കൊന്നു. പിന്നെ വേറെ ആളടുത്ത് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു തോപയുണ്ട്. ഈ നാട്ടിൽ നിന്ന് ആദ്യം ഈ ഒരു അവസ്ഥ മാറുന്ന രൂപത്തിൽ ഇവിടെ നിന്ന് വിടണം. കാരണം ഇവിടെ നിന്ന് വീണ്ടും ഇത്തരം തെറ്റുകൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അയാൾ അതിൽ പോവാണ്. നന്മയുള്ള ഒരു നാട്ടിലേക്ക് മാറണമെന്ന ഉദ്ദേശത്തോടു കൂടെ അയാൾ ഇങ്ങനെ പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് മരണപ്പെട്ടു. നമുക്കറിയാം ആ ചരിത്രം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പുറത്തു കൊടുക്കുന്ന ഒരു സംഭവം. അപ്പം അത്ര വലിയ തെറ്റുണ്ടെങ്കിലും ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അതെല്ലാ തെറ്റും പുറത്തു തരും. മനുഷ്യരെ പേടിച്ചിട്ടല്ല, മനുഷ്യരുടെ വാക്കുകൾ പേടിച്ചിട്ടല്ല, അവരെന്ത് തീരുമാനത്തിലെത്തും എന്ന് വിചാരിച്ചിട്ടല്ല. നമുക്ക് റബ്ബിൻ്റെ ഇഷ്ടമാണ് നമുക്ക് വലുത്. റബ്ബിൻ്റെ അടുത്ത് സ്വീകാര്യതയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാറുക. ആര് എന്തും പറഞ്ഞോട്ടെ. ചിലപ്പോൾ നമ്മുടെ പഴയ തെറ്റുകളും ന്യൂനതകളും അറിയുന്നവർ അപ്പുറത്തുണ്ടാവും. അവിടെ ഷെറുകൾ നമ്മൾ ഭയപ്പെടുന്നുണ്ടാവും. അതൊക്കെ റബ്ബിൽ തവക്കുലാക്കുക, റബ്ബ് സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുക. അല്ലേ? റബ്ബ് തവക്കുൽ, അവിടെ ശരിക്കും ഒരാളുടെ ഈമാൻ അളക്കാൻ പറ്റിയ ഒരു വിഷയമാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഒരാൾക്ക് തവക്കുൽ ഇല്ലെങ്കിൽ ഈമാൻ ഇല്ല എന്നാണ്. ഈമാൻ്റെ അടയാളമാണ് തവക്കുൽ. ഏത് കാര്യം റബ്ബിനോട് ഏൽപ്പിച്ചു കൊടുക്കുക. തവക്കുലിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞൊരു ഉദാഹരണം എന്ന് വെച്ചാൽ, ഒരു മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരാളുടെ മുമ്പിൽ ആ മയ്യത്ത് എങ്ങനെ നിൽക്കുമ്പോൾ അതുപോലെ റബ്ബിൻ്റെ മുമ്പിൽ നിന്ന് കൊടുക്കലാണ് തവക്കുൽ എന്നാണ്. റബ്ബിനോട് ഏൽപ്പിച്ചു കൊടുക്കുക. റബ്ബെ ഇന്നൊരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങുകയാണ്, റബ്ബെ നിന്നിലേക്ക് ഞാൻ അത് വിട്ടിരുന്നു, അത് ഭംഗിയാക്കണേ എന്ന് പറഞ്ഞ് റബ്ബിലേക്കാണ് ഏൽപ്പിച്ചു കൊടുക്കുക. അല്ലാതെ ഭൗതിക കാരണങ്ങൾ ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, ഇനി ഇത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഏതാ നടക്കുക എന്ന കോലത്തിൽ ഒരു മുഅ്മിൻ നിൽക്കൂല എന്നാണ്. നമ്മൾ എത്ര കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് അസംത ഫതവക്കൽ അലല്ലാഹ്. ഏത് കാര്യം തീരുമാനിച്ചാലും റബ്ബിലാണ് ഏൽപ്പിക്കുക ചെയ്യേണ്ടത്. മറിച്ച് അത് ഞാൻ ചെയ്തിരിക്കും എന്ന് ഉറപ്പ് വരുത്തി അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം പ്ലാൻ ചെയ്ത് കണ്ട് റബ്ബിനെ ഏൽപ്പിക്കാതിരുന്നാൽ ആ ലക്ഷ്യം നേടണമെന്നില്ല. അതുകൊണ്ട് എല്ലാം റബ്ബിനെ ഏൽപ്പിക്കുക. ഈ വിഷയത്തിൽ അങ്ങനെ തന്നെ നമ്മൾ മാറിയാൽ, നമ്മൾ നന്നായാൽ സമൂഹം എന്തും വിചാരിച്ചോട്ടെ. കാരണം ആ സമൂഹത്തെ പേടിച്ച് നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ ആ നിമിഷം മരിച്ചാൽ ഇവരാരും നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനില്ല. നമ്മുടെ സ്വർഗത്തിലേക്കുള്ളത് നമ്മൾ തന്നെ നന്മ ചെയ്ത് നേടിയെടുക്കേണ്ടതാണ്. ആരും ഖബറിലും കൂടെ ഉണ്ടാവില്ല,
ആരും സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ട് പോകാനുണ്ടാവില്ല, നരകത്തിൽ നിന്ന് പരിചയ തീർത്തു തരികയുമില്ല, ആരുടെ നന്മ നമുക്ക് ഒട്ടും തരികയുമില്ല. ഉമ്മയും ഉപ്പയും മക്കളുടെ അടുത്ത് നിന്ന് ഓടും, മക്കൾ മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് ഓടും, ഭർത്താവിൽ നിന്ന് ഭാര്യ, ഭാര്യയിൽ നിന്ന് ഭർത്താവ് ഒക്കെ ഓടി ഒളിക്കുന്നതായ ദിവസം, അതിൻ്റെ ഭീകരതയൊക്കെ നമുക്കറിയാലോ. അതുകൊണ്ട് അവിടെ നമ്മൾ ചെയ്ത അമലുകളെ നമുക്ക് കൂട്ടിനുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആരുടെയും സർട്ടിഫിക്കറ്റിന് നമ്മൾ കാത്തിരിക്കണ്ട, നമ്മൾ മാറുക, നന്നാവുക. എത്ര മോശപ്പെട്ട ആളുകളാണ് നന്നായത്. നമുക്ക് തന്നെ പല അനുഭവങ്ങളുണ്ടാവും. ഒരുപക്ഷെ മോശം സാഹചര്യത്തിൽ നമ്മൾ കണ്ട ആളുകളെ, അവരെ ദീനി ദഅവത്തുമായി സമീപിച്ച സമയത്ത് നമ്മളെക്കാൾ നന്നായ രൂപത്തിൽ അവരെ പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. റബ്ബിൻ്റെ തീരുമാനമാണ്, ഇഖ്ലാസിൻ്റെ ഭാഗമാണ്, നന്നാകണമെന്ന മാനസികമായ ഉദ്ദേശം കൊണ്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും മർമ്മം എന്ന് പറയുന്നത് അത് ഇഖ്ലാസാണ്. വളരെ കുറഞ്ഞ ചില പിശാചിൻ്റെ കുതന്ത്രങ്ങളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അനേകം പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഏറ്റവും ചുരുക്കി മനസ്സിലാക്കേണ്ട കാര്യം ഇതുള്ളൂ. ഏത് തെറ്റാണോ, എന്ത് മാസിയത്തുണ്ടോ, കുറ്റമുണ്ടോ, അതിലൊക്കെ പിശാച് അതിലൊരു പ്രേരണ ചെലുത്തുമെന്നുള്ളതാണ്. എല്ലാ മാസിയത്തും എല്ലാം ഖുതുവാത്ത് ഷയാത്തീനാണ്, ഷെയ്ത്താൻ്റെ കാലടിപ്പാടുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ശത്രുവിനെ ഒരു നിലക്കും സഹകരിക്കാൻ നമ്മൾ തയ്യാറാകരുത്. അല്ലേ, നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ്, തരം കിട്ടിയാൽ നമ്മളെ ശരിയാക്കും, നമ്മളെ കൊല്ലും എന്നറിയുന്ന ഒരാളെ നമ്മൾ വളരെ സൗമ്യമായി സ്വീകരിച്ച് വീട്ടിലിരുത്തി അയാളെ സൽക്കരിക്കുമോ? ഇല്ല. ചിലപ്പോൾ സൽക്കരിക്കും, എന്ത്, ആ ഭക്ഷണത്തിലും വിഷം കലർത്തിയിട്ടായിരിക്കും ചിലപ്പോൾ സൽക്കരിക്കുന്നുണ്ടാകുക. പക്ഷേ അവരെന്ത് ചെയ്യില്ല, ഒരിക്കലും നമ്മൾ അറിഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യൂല, നമ്മളൊരു സൗകര്യം ഒരുക്കി കൊടുക്കൂല. എങ്കിൽ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന, നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന പിശാചിൻ്റെ ഒരു പ്രേരണക്കും ഒരു നിലക്കുള്ള പ്രചോദനത്തിന് നമ്മൾ എന്ത് ചെയ്യരുത്, വശംവദരാകാൻ പാടില്ല. റബ്ബിൽ നിരന്തരം നമ്മൾ തവക്കുലാക്കുക. റമദാൻ കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിശാചുക്കൾ, നമ്മളെ തെറ്റിലേക്ക്, തിന്മകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് ഓരോ തെറ്റുകളും, റമദാനായ എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടാവും, എല്ലാ മനുഷ്യർക്കും ഒരു ചെറിയ നേരിയ മാറ്റമെങ്കിലും ഉണ്ടാവും. അതിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനും അതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും പിശാച് കൂടെയുണ്ടെന്ന ആ ജാഗ്രതാ ബോധം നമ്മളിൽ എല്ലാവരും ഉണ്ടാകണം. അത് വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ചൊരു കാര്യമാണ്, നമ്മൾ ആ രീതിയിൽ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. അതിന് നമ്മൾ കാണാത്ത പിശാചിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നിലക്ക് എന്ത് ചെയ്യാമായിരുന്നു, അവനാട്ടി ശരിപ്പെടുത്താമായിരുന്നു. പക്ഷെ നമ്മൾ കാണില്ലല്ലോ പിശാചിനെ. അപ്പോൾ എന്താ പ്രതിവിധിയുള്ളത്? അള്ളാഹു പറഞ്ഞ ഒരുപാട് പ്രതിവിധികളുണ്ട്, പ്രമാണങ്ങളിലുണ്ട്. ദിക്റുകൾ, ദ്വാകൾ, റബ്ബിലുള്ള തവക്കുൽ എന്നിത്യാദി വിഷയങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് അവൻ്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ റബ്ബ് നമ്മെ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകളെ, തിന്മകളെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ നമ്മൾ നിർവഹിച്ചിട്ടുള്ള നോമ്പ്, രാത്രി നിസ്കാരം, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ, മറ്റ് അനേകം നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സ്നേഹിതന്മാർക്ക്, ഭാര്യ ഭർത്താക്കന്മാർക്ക്, മക്കൾക്ക്, കുടുംബക്കാർക്ക് അവരുടെയൊക്കെ ഖബറിടം അള്ളാഹു പ്രകാശപൂരിതമാക്കട്ടെ. അവർ നമ്മളെയുമൊക്കെ അള്ളാഹു അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗങ്ങളുടെ പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന, അതിൻ്റെ ടെൻഷനിൽ നടക്കുന്നവരുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്ക് അള്ളാഹു സ്വാലിഹായിട്ടുള്ള സന്താനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മാനമായി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين.